സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എന്താണ് ലീവിങ് വിൽ? ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു നിയമവിദഗ്ധനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ ഒന്നും തന്നെയല്ല. എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരിക എന്നതാണ് ലക്ഷ്യം. ഇതിൻ്റെ നിയമവശങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു അഡ്വക്കേറ്റുമായിട്ടോ മറ്റോ ചർച്ച ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ലീവിങ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി ഏതെല്ലാം സാഹചര്യത്തിൽ തനിക്ക് ചികിത്സ ആവശ്യമില്ല എന്ന് എഴുതി വയ്ക്കുന്ന ഒരു സമ്മതപത്രമാണ് ലീവിങ് വിൽ എന്ന് പറയുന്നത്. പല സാഹചര്യങ്ങളിലും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് മടങ്ങി വരാത്ത സാഹചര്യമായിരിക്കാം. ഉദാഹരണത്തിന് കോമയിൽ പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി വേണ്ടി വന്നു. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾക്ക് പണ്ടത്തെ പോലെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കില്ല. കിടക്കയിൽ തന്നെ കിടക്കേണ്ടി വരും. ഈ അവസ്ഥയിലെല്ലാം നമ്മൾക്ക് ചികിത്സ വേണമോ വേണ്ടയോ എന്ന് നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാം. 2018 ഒരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഇത് നിലവിൽ വന്നത്. അതായത് നമ്മൾക്ക് ബോധമില്ലാതാകുക, കോമയിൽ പോവുക, അതേപോലെ തന്നെ ചികിത്സ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ സമയത്ത് ജീവൻ നിലനിർത്താനുള്ള വെൻറ്റിലേറ്റർ, കൃത്രിമ ശ്വാസോച്ഛ്വാസം, അതേപോലെ തന്നെ ഭക്ഷണം വേണ്ട, ജീവൻ നിലനിർത്താനുള്ള യാതൊരുവിധ സഹായവും വേണ്ട എന്ന രീതിയിൽ നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഒരു സമ്മതപത്രം എഴുതി വയ്ക്കാം. അതിനെയാണ് ലീവിങ് വിൽ എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള 18 വയസ്സ് തികഞ്ഞ ആർക്കും ഈ തരത്തിലുള്ള ഒരു ലീവിങ് വിൽ എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എമർജൻസി സമയത്ത്, അതായത് നമ്മൾക്ക് രോഗം വന്നു, സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എങ്കിൽ ആ സമയത്ത് ഇന്ന ചികിത്സ വേണ്ട എന്ന് നമുക്ക് മുൻകൂട്ടി എഴുതി വയ്ക്കാവുന്നതാണ്. 2018 വന്ന വിധി അല്പം കോംപ്ലക്സ് ആയിരുന്നു. അതായത് മെഡിക്കൽ ബോർഡ്, അതേപോലെ തന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഒപ്പെല്ലാം വേണ്ടി വരുമായിരുന്നു. പിന്നീട് ആ നിയമം അല്പം ഭേദഗതി ചെയ്ത് വളരെ സിമ്പിളാക്കി. പ്രകൃതി ചികിത്സയിൽ വളരെ നല്ലപോലെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് പലപ്പോഴും അലോപ്പതി ചികിത്സ അത്ര സ്വീകാര്യമായിരിക്കുകയില്ല. പ്രകൃതിയ മരിക്കാനാണ് അവർക്ക് ഇഷ്ടം. അത്തരക്കാർക്കെല്ലാം ഈ ലീവിങ് വിൽ എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. മാർച്ച് 2024 ഒരുപാട് ദേശീയ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ BBC-യിലും ഒരു ന്യൂസ് വന്നിരുന്നു. തൃശ്ശൂരിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലെ 30 അംഗങ്ങൾ തങ്ങളുടെ ലീവിങ് വിൽ എഴുതി സൈൻ ചെയ്തു വെച്ചു എന്നാണ് ആ വാർത്ത BBC-യിലും വന്നിരുന്നു. നമ്മളുടെ ജീവൻ രക്ഷപ്പെടില്ല എന്ന് നമ്മൾക്ക് ഉറപ്പുള്ള സമയത്ത് കുറേ കുഴലുകളുടെയും യന്ത്രങ്ങളുടെയും സഹായത്താൽ ജീവിക്കണം എന്ന് നമ്മൾക്ക് ആഗ്രഹം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രോഗമില്ലാതിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു ലീവിങ് വിൽ തയ്യാറാക്കാവുന്നതാണ്. ലീവിങ് വിൽ ഫ്രീ PDF എന്ന് നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ പാലിയം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൻ്റെ ലീവിങ് വിൽ ഫ്രീ PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 3 പേജുള്ള ഒരു ലീവിങ് വിൽ ആണ് അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്തതിന് ശേഷം 2 ദൃക്സാക്ഷികൾ അതിൽ സൈൻ ചെയ്യണം. അതിനുശേഷം ഒരു നോട്ടറിയോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറോ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലീവിങ് വിൽ ആയി എന്നാണ് പറയപ്പെടുന്നത്. അഥവാ അതില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു വെള്ള കടലാസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതി ചേർത്തതിന് ശേഷം 2 സാക്ഷികളുടെ ഒപ്പ് വാങ്ങിച്ചതിന് ശേഷം ഒരു ഗസറ്റ് ഓഫീസർ അല്ലെങ്കിൽ നോട്ടറിയുടെ സൈൻ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഒരു ലീവിങ് വില്ലായി. നിങ്ങൾക്ക് അത് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കില്ല, ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ഘട്ടങ്ങളിൽ യാതൊരുവിധ ജീവൻ രക്ഷാ ഉപാധികളും നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു രേഖയാണ് ഈ ലീവിങ് വിൽ എന്ന് പറയുന്നത്. എന്തായാലും ഒരു ലീവിങ് വിൽ തയ്യാറാക്കി വെക്കണമെന്ന് എനിക്കും അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതിനാൽ ഈ മാർച്ചിൽ തന്നെ ഞാൻ ഒരു ലീവിങ് വിൽ തയ്യാറാക്കി വെക്കുന്നതാണ്. ജീവിതത്തിൽ ഉറപ്പുള്ള ഒരേ ഒരു കാര്യം മരണം എന്നുള്ളതാണ്. ആ മരണം സമാധാനവും ശാന്തിപൂർണവുമായിരിക്കണമെന്നും കുടുംബാംഗങ്ങളോട് ഒപ്പമായിരിക്കണമെന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നിറവേറ്റാൻ ഈ ലീവിങ് വിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൂടാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നിയമക്കുരുക്കിൽ നിന്നും മറ്റും രക്ഷിക്കാനും ഇത് സഹായിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.